ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ POC നൽകിയ 41 ചോദ്യങ്ങൾ ഓപ്ഷനോടുകൂടി അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് 14/6/2026 രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതിയാവുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? എ. രാജാക്കന്മാരുടെ, ബി. സാവൂളിൻ്റെ, സി. ദാവീദിൻ്റെ, ഡി. ന്യായാധിപന്മാരുടെ. ഉത്തരം ഡി. ന്യായാധിപന്മാരുടെ. ചോദ്യം 2. മോവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? എ. യൂദായിലെ ഒരു എഫ്രാത്യൻ എലിമെലക്ക്, ബി. യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ എൽക്കാന, സി. യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ എലിമെലക്ക്, ഡി. ജെറുസലേമിലെ ഒരു ബെത്ലഹേംകാരൻ എലിമെലക്ക്. ഉത്തരം സി. യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ എലിമെലക്ക്. ചോദ്യം 3. നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്ത്? എ. ഹോഫ്നി ഫിനെഹാസ്, ബി. മഹ്ലോൻ കിലിയോൻ, സി. ഫിനെഹാസ് കിലിയോൻ, ഡി. മഹ്ലോൻ ഫിനെഹാസ്. ഉത്തരം ബി. മഹ്ലോൻ കിലിയോൻ. ചോദ്യം 4. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു? പൂരിപ്പിക്കുക. എ. എഫ്രാത്യർ, ബി. എദോമ്യർ, സി. അമ്മോന്യർ, ഡി. ലേവ്യർ. ഉത്തരം എ. എഫ്രാത്യർ. ചോദ്യം 5. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? എ. ദൈവം തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു, ബി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു, സി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി ആശ്വസിപ്പിക്കുന്നു, ഡി. ഫിലിസ്തീയർ തങ്ങളെ ആക്രമിക്കാൻ വരുന്നു. ഉത്തരം ബി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ചോദ്യം 6. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? എ. മരുമക്കൾ, ബി. റൂത്ത്, സി. ഓർഫ, ഡി. സലോമി. ഉത്തരം സി. ഓർഫ. ചോദ്യം 7. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? എ. മാതാപിതാക്കളുടെ, ബി. സഹോദരിയുടെ, സി. ചാർച്ചക്കാരുടെയും നാട്ടുകാരുടെയും, ഡി. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. ഉത്തരം ഡി. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. ചോദ്യം 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? എ. അയൽവാസികൾ, ബി. യൂദയ നിവാസികൾ, സി. ചാർച്ചക്കാർ, ഡി. പട്ടണം മുഴുവൻ. ഉത്തരം ഡി. പട്ടണം മുഴുവൻ. ചോദ്യം 9. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്? എ. മാറ, ബി. മെറീബ, സി. ബോഖീം, ഡി. ബെനോനി. ഉത്തരം എ. മാറ. ചോദ്യം 10. നവോമി എന്ന വാക്കിന് അർത്ഥം എന്ത്? എ. പ്രകാശം പരത്തുന്നവൾ, ബി. സന്തുഷ്ട, സി. വിശ്വസ്ത, ഡി. സ്നേഹിത. ഉത്തരം ബി. സന്തുഷ്ട. ചോദ്യം 11. എപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത്? എ. ചണക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ബി. ഗോതമ്പ് വിളവെടുപ്പ് തുടങ്ങിയപ്പോൾ, സി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ, ഡി. മുന്തിരി വിളവെടുപ്പ് തുടങ്ങിയപ്പോൾ. ഉത്തരം സി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 12. കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? എ. റൂത്ത്, ബി. നവോമി, സി. എൽക്കാന, ഡി. എലിമെലക്ക്. ഉത്തരം ബി. നവോമി. ചോദ്യം 13. നവോമിയുടെ ഭർതൃഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ധനികനാര്? എ. എലിമെലക്ക്, ബി. മഹ്ലോൻ, സി. ഓബദ്, ഡി. ബോവാസ്. ഉത്തരം
ഡി ബോവാസ്. ചോദ്യം 14. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? എ എലിമെലക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ, ബി എലിമെലക്കിൻ്റെ ചാർച്ചക്കാരൻ ബോവാസിൻ്റെ വയലിൽ, സി ബോവാസിൻ്റെ കുടുംബത്തിൽപ്പെട്ട എലിമെലക്കിൻ്റെ വയലിൽ, ഡി എൽക്കാനയുടെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ഉത്തരം എ എലിമെലക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 15. ബോവാസ് എന്തു പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? എ ദൈവം നിങ്ങളോട് കൂടെ, ബി കർത്താവ് നിങ്ങളോട് കൂടെ, സി കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഡി കർത്താവിനാൽ അനുഗ്രഹീതരെ. ഉത്തരം ബി കർത്താവ് നിങ്ങളോട് കൂടെ. ചോദ്യം 16. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? എ കർത്താവിന് മഹത്വമുണ്ടാകട്ടെ, ബി ദൈവം അനുഗ്രഹിക്കട്ടെ, സി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ഡി കർത്താവ് അങ്ങയോട് കൂടെ. ഉത്തരം സി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 17. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? എ 2 ഏഫ ബാർലി, ബി 1 ഏഫ ഗോതമ്പ്, സി 1 അളവ് ബാർലി, ഡി 1 ഏഫ ബാർലി. ഉത്തരം ഡി 1 ഏഫ ബാർലി. ചോദ്യം 18. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? എ ബോവാസിൻ്റെ ഭൃത്യന്മാരോട് ചേർന്ന് നിന്ന്, ബി ബോവാസിൻ്റെ ദാസന്മാരോട് ചേർന്ന് നിന്ന്, സി ബോവാസിൻ്റെ വേലക്കാരികളോട് ചേർന്ന് നിന്ന്, ഡി ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ഉത്തരം ഡി ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. ചോദ്യം 19. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? എ ആരാണ് ഇവൾ, ബി ഈ യുവതി ആരാണ്, സി ആരാണ് ഈ യുവതി, ഡി ഇവൾ ആരാണ്. ഉത്തരം സി ആരാണ് ഈ യുവതി. ചോദ്യം 20. നവോമിയോടൊപ്പം മോവാബിൽ നിന്നു വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? എ ദാസി, ബി ഭൃത്യൻ, സി കാര്യസ്ഥൻ, ഡി ബന്ധു. ഉത്തരം ബി ഭൃത്യൻ. ചോദ്യം 21. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? എ സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, ബി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, സി സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട്, ഡി കുമ്പിട്ട് വണങ്ങിക്കൊണ്ട്. ഉത്തരം ബി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ചോദ്യം 22. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? എ വീഞ്ഞിൽ മുക്കി, ബി തേനിൽ മുക്കി, സി തേൻ പുരട്ടി, ഡി വീഞ്ഞു പുരട്ടി. ഉത്തരം എ വീഞ്ഞിൽ മുക്കി. ചോദ്യം 23. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? എ ബോവാസിനെ, ബി ഭൃത്യനെ, സി അമ്മായിയമ്മയെ, ഡി ദാസിമാരെ. ഉത്തരം സി അമ്മായിയമ്മയെ. ചോദ്യം 24. മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? എ റൂത്ത് നവോമിയോട്, ബി നവോമി ഓർഫായോട്, സി നവോമി മകളോട്, ഡി നവോമി റൂത്തിനോട്. ഉത്തരം ഡി നവോമി റൂത്തിനോട്. ചോദ്യം 25. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? എ ധാന്യക്കൂമ്പാരത്തിൻ്റെ സമീപത്ത്, ബി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ, സി ധാന്യപ്പുരയുടെ അരികിൽ, ഡി ധാന്യപ്പുരയ്ക്കകത്ത്. ഉത്തരം ബി ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. ചോദ്യം 26. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിൻ്റെ തലയിൽ വച്ചു കൊടുത്തത്? എ 6, ബി 5, സി 10, ഡി 3. ഉത്തരം എ 6. ചോദ്യം 27.
കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. ആരാണ് പറഞ്ഞത്? എ റൂത്ത്, ബി ബോവാസ്, സി ഫ്രിത്യൻ, ഡി നവോമി. ഉത്തരം ഡി നവോമി. ചോദ്യം 28. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? എ കുളിച്ച് തൈലം പുരട്ടി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ബി കുളിച്ച് തൈലം പൂശി മനോഹരമായി വസ്ത്രം ധരിച്ച്, സി കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഡി കുളിച്ച് തൈലം പൂശി ഏറ്റവും പുതിയ വസ്ത്രം ധരിച്ച്. ഉത്തരം സി കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. ചോദ്യം 29. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടിയുണർന്നപ്പോൾ കണ്ടതെന്താണ്? എ കാൽച്ചുവട്ടിൽ ഒരു സ്ത്രീ കിടക്കുന്നു, ബി കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു, സി തലയ്ക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു, ഡി കാൽക്കൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ഉത്തരം ബി കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. ചോദ്യം 30. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്, പൂരിപ്പിക്കുക. എ ഔദാര്യം, ബി കാരുണ്യം, സി സ്നേഹം, ഡി ദയ. ഉത്തരം എ ഔദാര്യം. ചോദ്യം 31. ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? എ റൂത്ത്, ബി ബോവാസ്, സി നവോമി, ഡി ഭൃത്യൻ. ഉത്തരം ബി ബോവാസ്. ചോദ്യം 32. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? എ ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ പുറംകുപ്പായം മറ്റേയാളെ ഏൽപ്പിക്കും, ബി തീരുമാനം നടപ്പാക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും, സി ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും, ഡി ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ വണങ്ങും. ഉത്തരം സി ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ചോദ്യം 33. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? എ സാറ റാഹേൽ, ബി സാറ റെബേക്ക, സി സാറ ഹന്ന, ഡി റാഹേൽ ലേയ. ഉത്തരം ഡി റാഹേൽ ലേയ. ചോദ്യം 34. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? എ ബത്ലഹേമിൽ, ബി ജെറുസലേമിൽ, സി എഫ്രാത്തായിൽ, ഡി യൂദയായിൽ. ഉത്തരം സി എഫ്രാത്തായിൽ. ചോദ്യം 35. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? എ എഫ്രാത്തയിൽ, ബി ബത്ലഹേമിൽ, സി ജെറുസലേമിൽ, ഡി യൂദയായിൽ. ഉത്തരം ബി ബത്ലഹേമിൽ. ചോദ്യം 36. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? എ അയൽക്കാരായ സ്ത്രീകൾ, ബി നവോമി, സി ബോവാസ്, ഡി ദേശവാസികളായ സ്ത്രീകൾ. ഉത്തരം എ അയൽക്കാരായ സ്ത്രീകൾ. ചോദ്യം 37. ഹെബ്രോൻ്റെ പിതാവ് ആര്? എ ഓബദ്, ബി പേരസ്, സി നഹ്ഷോൻ, ഡി സൽമോൻ. ഉത്തരം ബി പേരസ്. ചോദ്യം 38. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? എ ശ്രേഷ്ഠന്മാർ ബോവാസിനോട്, ബി നഗര കവാടത്തിൽ നിന്നിരുന്നവർ ബോവാസിനോട്, സി ബന്ധു ബോവാസിനോട്, ഡി സ്നേഹിതൻ ബോവാസിനോട്. ഉത്തരം സി ബന്ധു ബോവാസിനോട്. ചോദ്യം 39. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? എ പ്രമാണിമാരായ 10 പേരെ, ബി വിശ്വസ്തരായ 10 പേരെ, സി ശ്രേഷ്ഠന്മാരായ 8 പേരെ, ഡി ശ്രേഷ്ഠന്മാരായ 10 പേരെ. ഉത്തരം ഡി ശ്രേഷ്ഠന്മാരായ 10 പേരെ. ചോദ്യം 40. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? എ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ ഉണ്ടായിരുന്നവരും, ബി ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും,
ബി ശ്രേഷ്ഠന്മാരും പുരോഹിത പ്രമുഖന്മാരും, സി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ അവശേഷിച്ചവരും, ഡി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ഉത്തരം ഡി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 41. കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെയാക്കട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? എ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സാറ ഹന്ന, ബി ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ റബേക്ക, സി ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലേയ, ഡി ഇസ്രായേൽ വംശത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലേയ. ഉത്തരം സി ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലേയ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.